Hello students, Mass Communication and Journalism വിഷയത്തിൽ നിരന്തരം ചോദിച്ച തിയറികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. കേരള, കർണാടക, രാജസ്ഥാൻ സെറ്റ് PTET എക്സാമുകളിലും UGC നെറ്റ് എക്സാമുകളിലുമായി ചോദിച്ച തിയറികളാണ് ഇവ. ഇത് ഒരു പാർട്ട് കൊണ്ടൊന്നും തീരില്ല. സോ തിയറീസ് മാത്രമായിട്ട് ഒരു 3-4 പാർട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. Let's get started from OTR theory. OTR theory എന്താണ് എന്ന് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സോ OTR theory ചിലപ്പോൾ നിങ്ങൾ UG PG ക്ലാസ്സുകളിൽ പഠിച്ചു കാണില്ല. അതൊരു നമുക്ക് സിലബസിൽ നിന്നും പുറത്തുള്ള ഒരു തിയറിയാണ്. സോ OTR theory എന്താണെന്ന് നോക്കാം. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. This is a spelling of OTR theory. OTR തിയറിയുടെ അത് ആ ഒരു തിയറി കോയിൻ ചെയ്തത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ പഠിച്ചിരിക്കണം. ഫ്രാൻകോയിസ് ട്രൂഫൌട്ട് ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ഫിലിം തിയറിയാണ്. സോ ഫിലിം ആൻഡ് എഡിറ്റിംഗ് എന്ന ചാപ്റ്ററിൽ വരുന്ന ഒരു തിയറിയാണ് ഇത്. ഇൻ ഫിലിം മേക്കിംഗ് ദ ഡയറക്ടർ ഇസ് വ്യൂഡ് ആസ് ദി മേജർ ക്രിയേറ്റീവ് ഫോഴ്സ്. ഇവിടെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയുടെ മേക്കിങ്ങിൽ ഡയറക്ടറെ നമ്മൾ എല്ലാമായിട്ട് കാണുകയാണ്. സോ ആ ഒരു തിയറി പറയുന്നത് OTR എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഓതർ എന്ന ഒരു വേർഡിന് സമമാണ്. നമ്മൾ ഓതർ എന്ന് പറയുമല്ലോ, AUTHOR. എനിക്ക് മൗസ് കൊണ്ട് എഴുതുമ്പോൾ ഓതർ വേറെ എന്തൊക്കെയോ ആയി പോകുന്നുണ്ട്, സോറി. ഓതർ, OTR എന്ന് പറയുന്നത് അതൊരു ഏത് ടൈപ്പ് വേർഡ് ആണ് ഇത്? I think it's French. അത് ഫ്രഞ്ച് ആണ്. സോ ഓഥർ എന്നൊരു വേർഡിനെയാണ് അവർ OTR എന്ന് പറയുന്നത്. അതിലൊന്നുമില്ല, അവർ പറയുന്നത് the director is viewed as the major creative force. മേജർ ക്രിയേറ്റീവ് ഫോഴ്സ് ആരാണ്? ഡയറക്ടർ ആണ് എന്ന് ഈ തിയറി പറയുന്നു. ഈ തിയറി കണ്ടുപിടിച്ചത് ഫ്രാൻകോയിസ് ട്രൂഫൌട്ട് ആണ്. അതിനു മുന്നേ ഈ തിയറിയെ കുറിച്ച് ആൻഡ്രി ബേസിൻ, അലക്സാണ്ടർ ആസ്ട്രോക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു തിയറി ആയിട്ട് കോയിൻ ചെയ്തത് ഫ്രാൻകോയിസ് ട്രൂഫൌട്ട് ആണ്. അദ്ദേഹം ഒരു ഡയറക്ടർ ആണ്. This theory is coined by Francois Truffaut. ഒരു സിനിമയെ വ്യക്തിപരമായും യുണീക്കായും നിലനിർത്തുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഓതർക്കാണ്, അല്ലെങ്കിൽ OTRക്കാണ്, അല്ലെങ്കിൽ ഡയറക്ടർക്കാണ്. Whose individual style and complete control over all elements of production give film its personal and unique stamp. So ഹിയർ ഇവിടെ ഒന്നുമില്ല. ഈ ഒരു തിയറി ഇത്രേ പറയുന്നുള്ളൂ. ഒരു ഫിലിം മേക്കിങ്ങില്, ആ ഒരു ഫിലിം മേക്കിങ്ങിന്റെ അപ്രോച്ചില് മേജർ ക്രിയേറ്റീവ് അല്ലെങ്കിൽ മേജർ റോൾ എന്ന് പറയുന്നത് ഒരു ഫിലിം ഡയറക്ടർക്കാണ്. അത്രേ ഉള്ളൂ ഈ തിയറി. സോ അതിന്റെ ഇയർ വേണമെങ്കിൽ പഠിക്കാം, നിർബന്ധമൊന്നുമില്ല. 1955 ആണ്. കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ല. OTR തിയറി ഉണ്ടെന്ന് മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ പേരും മനസ്സിലാക്കുക, എന്താണ് തിയറി എന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് തിയറി നമുക്ക് വളരെ പരിചിതമായ തിയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 2-step ഫ്ലോ തിയറി. ഫ്രാൻസിന്റെയാണ് കേട്ടോ, ഫ്രാൻസിന്നാണ് ഈ തിയറി വരുന്നത്. ഓക്കെ, തിയറി ഓഫ് ഫിലിം മേക്കിംഗ് ഇൻ വിച്ച് ഡയറക്ടർ ഇസ് വ്യൂഡ് ആസ് ദി മേജർ ക്രിയേറ്റീവ് ഫോഴ്സ് ഇൻ എ മോഷൻ പിക്ചർ. അതാണ് OTR തിയറി. ഇപ്പൊ 2-step ഫ്ലോ തിയറി നോക്കാം. 2-step ഫ്ലോ തിയറി ഇത് നമുക്ക് അറിയാം. ഇത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് 1944 പോൾ ലസാസ്ഫെൽഡ്, ബെർണാഡ് ബെറിൽസൺ. ഇവര് ഹാസൽ ഗൗഡറ്റിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം എന്നില്ല. പക്ഷെ ചിലപ്പോൾ പോൾ ലസാസ്ഫെൽഡും ബെർണാഡ് ബെറിൽസണും ഓപ്ഷൻസിൽ ഉണ്ടായിരിക്കില്ല, ഹേസൽ ഗൗഡറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ 3 വ്യക്തികളുടെയും പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ പോൾ ലസാസ്ഫെൽഡ് എന്ന് പറഞ്ഞ ഒരാള് കമ്മ്യൂണിക്കേഷൻ തിയറീസിൽ ഒരുപാട് പങ്കുവഹിച്ച ഒരാളാണ്. സോ അദ്ദേഹത്തെ പോൾ ലസാസ്ഫെൽഡ്, ഹാരോൾഡ് ലാസ്വെൽ, MC മാർഷൽ ലൂഹൻ, അങ്ങനെ കുറച്ച് വ്യക്തികളുണ്ട്. സോ നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റീസിനെ മാത്രമായിട്ട് നമുക്കൊരു ക്ലാസ് ചെയ്യാം. കുറച്ച് ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, അവരെഴുതിയ പുസ്തകങ്ങള്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇപ്പൊ ഇവിടെ ഒരു ബുക്ക് ഉണ്ട്, ദ പീപ്പിൾസ് ചോയ്സ്, ഹൗ ദ വോട്ടർ മേക്കപ്പ് ഹിസ് മൈൻഡ് ഇൻ എ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ. ഒരു പ്രസിഡൻഷ്യൽ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ
US അമേരിക്കയിലെ ഒരു പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ നടന്ന സമയത്ത് കണ്ടുപിടിച്ച ആ ഒരു തിയറിയാണ്. അതായത് ഒരു മീഡിയ എങ്ങനെ എത്രത്തോളം ഒരു പ്രസിഡൻഷ്യൽ ക്യാമ്പയിനെ ബാധിക്കുന്നു എന്നൊക്കെ അവർ റിസർച്ച് ചെയ്യാണ് ചെയ്തത്. ഇത് 1944 ആണ്. സോ ബിഫോർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ വന്ന ഒരു തിയറിയാണിത്. അത് ആ ഒരു ബുക്കിന്റെ പേര് നിങ്ങൾ ഓർത്തു വെക്കുക, പീപ്പിൾസ് ചോയ്സ്. പീപ്പിൾസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹൗ ദ വോട്ടർ മേക്ക് അപ്പ് ഹിസ് മൈൻഡ് ഇൻ എ പ്രസിഡൻഷ്യൽ ക്യാമ്പയിൻ. അതാണ് ആ ഒരു തിയറി പറയുന്നത്. ദിസ് ഇസ് ഡെവലപ്ഡ് ബൈ കാറ്റ്സ് ആൻഡ് പോൾ ലസാസ്ഫെൽഡ്. ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് കാറ്റ്സ് ആൻഡ് പോൾ ലസാസ്ഫെൽഡ് ആണ്. ഈ തിയറിയിൽ ഒരു മാസ് മീഡിയ ഉണ്ടായിരിക്കും. അതിപ്പോ ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, പബ്ലിക് സ്പീക്കർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ദിസ് ഇസ് എ മാസ് മീഡിയ. ആ മാസ് മീഡിയയിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നു. അത് ഇങ്ങനെ പലരിലേക്കും എത്തുന്നു. അവിടെ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന മെയിൻ ആയിട്ടൊരു ലീഡർ ഉണ്ട്. അദ്ദേഹമാണ് ഒപ്പീനിയൻ ലീഡർ. അതായത് ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കാം. ഇതിനെ ഓരോ ഗ്രൂപ്പായിട്ട് കാണാം. ആ ഗ്രൂപ്പിനൊക്കെ ഓരോ ലീഡർ ഉണ്ട്, ഒപ്പീനിയൻ ലീഡർ. സോ ഈ ഒരു മെസ്സേജ്, മാസ് മീഡിയയിൽ നിന്നും വരുന്ന മെസ്സേജ് ഒപ്പീനിയൻ ലീഡർ ആണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. സോ അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ആ ഒരു മെസ്സേജിനെ അദ്ദേഹം ഷെയർ ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം ഓരോരുത്തർക്കും അവനവന്റേതായ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ആ മെസ്സേജിനെ അവിടെ എത്തിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ചിലപ്പോ ആ കേൾക്കുന്ന മെസ്സേജിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇഷ്ടമുള്ള കാര്യം ഉണ്ടായിരിക്കാം. സോ അത് ഈ ഒപ്പീനിയൻ ലീഡർ എന്ത് പറയുന്നു അതുപോലെ അത് ചിലപ്പോൾ ഫിൽട്ടറിങ് നടക്കാം. കറക്റ്റ് മെസ്സേജ് അവിടെ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിലേക്ക് എത്തണം എന്നില്ല. ഓക്കെ, അതാണ് ഇതിന്റെ ഈ ഒരു 2 സ്റ്റെപ്പ് ഫ്ലോ മോഡലിന്റെ ഒരു ഐഡിയ, ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന തിയറി ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് തിയറിയാണ് കേട്ടോ. ഒപ്പീനിയൻ ലീഡർ ഇസ് എ ലീഡർ ഫോർ സർട്ടൻ ഗ്രൂപ്പ് who gives details and information to lesser active persons in the group. ഈ ഗ്രൂപ്പിലുള്ള ഈ പേഴ്സൺസ് ഒക്കെ ലെസ്സർ ആക്റ്റീവ് ആയിരിക്കാം. അവർക്ക് വേറെ സോഴ്സസ് ഒന്നും ഉണ്ടായിരിക്കില്ല ഈ ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടിയിട്ട്. സോ ദേ ആർ ഡിപ്പെൻഡിങ് ഒപ്പീനിയൻ ലീഡർ. അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ അവർ കാത്തിരിക്കും. ദേ ഇന്റർപ്രറ്റ് ദ ഇൻഫോർമേഷൻ ടു ദെയർ ഓൺ ഗ്രൂപ്പ്. ബട്ട് വൺ തിങ്, ദ ഒപ്പീനിയൻ ലീഡർ ഇസ് എ ലീഡർ ഓൺലി ഫോർ ദെയർ ഓൺ ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഈ ഒരു ലീഡർ ഒരിക്കലും ഈ ഒരു ഗ്രൂപ്പ് കയറിയിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സ്പെക്റ്റീവ് പറയില്ല. അതുപോലെ ഇദ്ദേഹം ഇവിടെ പോവില്ല. സോ എല്ലാവരും അവനവന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്. അതന്നെ വലിയ കാര്യം അല്ലേ? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫോർമേഷൻസ് ഫിൽട്ടർ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇൻ ഓഫീസ്, ഒരു എക്സാമ്പിൾ, ഒരു ഓഫീസിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ ഇസ് ആൻ ഒപ്പീനിയൻ. മാനേജിംഗ് ഡയറക്ടർ ആണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഒരു പാർട്ടിക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലീഡർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നൊക്കെ പറയില്ലേ? സോ ഇവിടെ ഒരു ദേ ആർ പാസീവ് എന്ന് പറയാം. ഈ പീപ്പിൾസ് പാസീവ് ആയിരിക്കാം, പാസീവ് വോയിസ് ആയിരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് തിയറി ഈസ് ഡിപെൻഡൻസി തിയറി. ഡിപെൻഡൻസി തിയറി റൗൾ പ്രബിഷ്. ഈ ഒരു നെയിം ചിലപ്പം റയർ ആയിരിക്കാം, കേൾക്കാൻ ചാൻസ് കുറവായിരിക്കാം. പക്ഷെ ഡിപെൻഡൻസി തിയറി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഡിപെൻഡൻസി തിയറി is coined by റൗൾ പ്രബിഷ്. പേര് ഓർത്തു വെക്കണം. This theory is an approach to understanding economic underdevelopment that emphasizes the putative constraints imposed by the global. Dependency theory focused on individual nations, their role and suppliers of raw materials, cheap labor and markets for expensive manufactures goods from industrialized countries. ഇത് ഒരു എക്കോണമിക് അണ്ടർ ഡെവലപ്മെന്റ് തിയറി. മീൻസ് ഒരു എക്കോണമിക്കലി ഓരോ രാജ്യങ്ങളെ കുറിച്ച് പരസ്പരം ഇപ്പോ എന്താ പറയാ, രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള വാണിജ്യപരമായ കാര്യങ്ങൾ, അങ്ങനെ അവരെത്രത്തോളം ഡിപ്പെൻഡഡ് ആണ്, അതൊക്കെ സംസാരിക്കുന്ന ഒരു തിയറിയാണിത്. വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും, അതായത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഉണ്ടായിരിക്കും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ
അതിൽ അവരുടെ എക്കോണമിക് ഡെവലപ്മെന്റിനും അണ്ടർ ഡെവലപ്മെന്റിനും കാരണമാവുന്നത് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു തിയറി. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എക്കോണമിക്കലി ഒരു കൺട്രി എത്രത്തോളം ഡെവലപ്ഡ് ആണ്, എത്രത്തോളം ഡെവലപ്പിംഗ് ആണ്, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു തിയറിയാണിത്. This theory is focused on individual nations. Individual nationsനെ ഫോക്കസ് ചെയ്യുന്നു. Their role as suppliers for raw materials. അവരുടെ ഒരു റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന അവരുടെ ആ ഒരു റോള്, ചീപ്പ് ലേബർ, മാർക്കറ്റ്സ് ഫോർ എക്സ്പെൻസീവ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഫ്രം ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ്. ഇതൊക്കെയാണ് ഈ തിയറി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. In short, dependency theory attempt to explain the present underdeveloped state of many nations in the world by examining the patterns of interactions among nations and by arguing that inequality among nations is an intrinsic part of those interactions. So, ഒരു രാജ്യം, ആ രാജ്യം അണ്ടർ ഡെവലപ്ഡ് ആവാനും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആവാനുമുള്ള റീസൺസ് അവർക്കിടയിൽ പരസ്പരം ഇപ്പോൾ പ്രോഡക്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു തിയറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ദിസ് തിയറി 1950s ഈ ഒരു തിയറി വന്നത്. റൗൾ പ്രബിഷ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ ഫുൾ വേർഡ് ബൈ വേർഡ് പഠിക്കണം എന്നില്ല, ജസ്റ്റ് അല്ല, നമുക്ക് പഠിക്കാൻ കവർ ചെയ്യാൻ ഒരുപാട് തിയറികളുണ്ട്. സോ ആ തിയറിയുടെ പേര് പഠിക്കുക, തിയറിയുടെ ആ കോയിൻ ചെയ്ത ആളുടെ പേര് പഠിക്കുക, ദെൻ എന്താണ് തിയറി എന്ന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഓപ്ഷൻസിൽ നമുക്കിപ്പോ എക്കോണമിക് അണ്ടർ ഡെവലപ്മെന്റ് എന്നൊക്കെ ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ദിസ് ഇസ് ഡിപെൻഡൻസി തിയറി എന്നുള്ളൊരു ഓർമ്മ നമുക്ക് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേർഡ് ബൈ വേർഡ് എന്താണ് എന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യം ഒട്ടുമില്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് തിയറി നോക്കാം. തിയറി ഓഫ് ദ സ്റ്റേജസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത്. ഇത് നമുക്കും പുതിയ ഒരു തിയറി ആയിരിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിട്ട് തന്നെയായിരുന്നു. വാൾട്ട് വൈറ്റ്മാൻ റോസ്റ്റോവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1960 ഇങ്ങനെ ഒരു തിയറി വന്നത്. ഈ തിയറിയും റോസ്റ്റോവ്സിന്റെ സ്റ്റേജസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വൺ ഓഫ് ദി മേജർ മോഡൽ, ഹിസ്റ്റോറിക്കൽ മോഡൽ ഓഫ് എക്കോണമിക് ഗ്രോത്ത്. ഇവിടെയും എക്കോണമിക് ഗ്രോത്തിനെ കുറിച്ച് പറയുന്ന ഒരു തിയറിയാണ് അത്. പിന്നെ ആ ഒരു തിയറിയുടെ പേരിൽ തന്നെയുണ്ട് സ്റ്റേജസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത്. സോ അത് എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നു, ആ തിയറി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ മേ ബി നമുക്ക് അറിയേണ്ടി വരും. സോ ദിസ് മോഡൽ ഇസ് one of the major historical models of economic growth and it was published by American economist. ഒരു എക്കോണമിസ്റ്റ് തന്നെയാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിരിക്കുന്നത് in 1960 and the model postulates that economic growth 5 സ്റ്റേജുകളിലൂടെയാണ് ഒരു എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. സോ സാമ്പത്തിക വളർച്ച വ്യത്യസ്ത ദൈർഘ്യമുള്ള 5 അടിസ്ഥാന ഘട്ടങ്ങളിലായാണ് സംഭവിക്കുന്നത് എന്ന് ഈ മോഡൽ പറയുന്നു. ആ 5 വ്യത്യസ്ത ഘട്ടങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത ദൈർഘ്യമുള്ള 5 അടിസ്ഥാന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 ട്രഡീഷണൽ സൊസൈറ്റി, 2 പ്രീ കണ്ടീഷൻസ് ടു ടേക്ക് ഓഫ്, 3 ടേക്ക് ഓഫ്, 4 ഡ്രൈവ് ടു മെച്യൂരിറ്റി ആൻഡ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. സോ ഈ 5 പോയിന്റ്സ് ജസ്റ്റ് ഓർമ്മ വെച്ചിരിക്കുക. ട്രഡീഷണൽ സൊസൈറ്റി, preconditions to take off, then take off, and drive to maturity and age of high mass consumption. അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് poorer places are in an initial or beginning stage of ഒരു beginning stage of developmentന്റെ ഒരു ഇനിഷ്യൽ അല്ലെങ്കിൽ ഒരു beginning stage of development എന്ന് പറഞ്ഞാൽ poorer places ആയിരിക്കും. poorer places are in an initial or beginning stage of development, while countries with higher levels of GNP are in a later stage of higher development. പക്ഷെ higher level ആയിട്ടുള്ള കൺട്രികളുടെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് later stage of higher development ആയിരിക്കും. all places therefore are at some stage. ഓരോ കൺട്രീസും ഈ ഒരു 5 സ്റ്റേജസിൽ എവിടെയെങ്കിലും ആയിരിക്കും എന്നാണ് പറയുന്നത്.
His model is one of the more structuralist model of economic growth, particularly in comparison with the backwardness model. ഒരു മോഡൽ അതിനു മുമ്പ് വേറൊരാള് ഇതാണ് അദ്ദേഹത്തിന്റെ മോഡൽ കേട്ടോ. ദിസ് ആർ ദ 5 സ്റ്റേജസ്. ഓരോ സ്റ്റേജ് കണ്ടോ. ഫസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റി ആണ് അതൊരു സ്റ്റേജ്. അവിടെ ലിമിറ്റഡ് ടെക്നോളജി ആയിരിക്കും, സ്റ്റാറ്റിക് സൊസൈറ്റി ആയിരിക്കും. Then second സ്റ്റേജിലേക്ക് പോകുമ്പോൾ ട്രാൻസിഷൻ ട്രിഗേർഡ് ബൈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്, ഇൻട്രസ്റ്റ്, മാർക്കറ്റ്സ്. അങ്ങനെ സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പം പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, അതായത് കമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ദെൻ തേർഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പം ഇൻസ്റ്റലേഷൻ ഓഫ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, റെയിൽവേ ആൻഡ് എമർജൻസ് ഓഫ് സോഷ്യൽ പൊളിറ്റിക്കൽ അലൈറ്റ്. തേർഡ് സ്റ്റേജ് എത്തുമ്പം ടേക്ക് ഓഫ്, ഡെവലപ്മെന്റ് ഓഫ് മാനുഫാക്ചറിങ് സെക്ടർ. ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും വൈഡർ ആവും ഇൻഡസ്ട്രികളെല്ലാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ മാനുഫാക്ചറിങ് എക്സീഡ് 10% ഓഫ് നാഷണൽ ഇൻകം. അതിനുശേഷം ഏറ്റവും ഫിഫ്ത്ത് സ്റ്റേജിൽ എത്തുമ്പം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജസ് ഇൻ international trade. So these are the 5 stages of Rostow's model of economic growth. Then Rostow's model എന്ന് പറയുന്നത് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞ ഒരു മോഡൽ ഉണ്ട്. ആ മോഡലിന് ശേഷം വന്ന മോഡലായിരുന്നു റോസ്റ്റോസ് മോഡൽ. Then Rostow argued that economic takeoff must initially be led by a few individual economic sectors. Okay. This became one of the important concepts in the theory of modernization in social evolutionism. Social evolutionism വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോഡൽ കൂടിയായിരുന്നു റോസ്റ്റോവിന്റെ എക്കോണമിക് ഗ്രോത്ത്. ദെൻ നെക്സ്റ്റ് തിയറി ഓഫ് ഫ്രെയിം അനാലിസിസ്. ഇത് ഒരു ഫ്രെയിമിനുള്ളിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച്. ദിസ് ഇസ് ദ സെക്കൻഡ് ലെവൽ ഓഫ് അജണ്ട സെറ്റിംഗ് തിയറി. ഈ തിയറി എർവിൻ ഗോഫ്മാൻ ആണ്. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് ആണ്. സോഷ്യോളജിസ്റ്റ് എർവിൻ ഗോഫ്മാൻ, ഹു ഇസ് ക്രെഡിറ്റഡ് വിത്ത് കോയിനിങ് ദ ടേം. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ആണ് ഫ്രെയിം അനാലിസിസ്. 1974 ആ ഒരു ഫ്രെയിം അനാലിസിസ് എന്നൊരു വേർഡ് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ബുക്ക് ഇറക്കിയത്. Understood the idea of the frame to mean the culturally determined definitions of reality that allow people to make sense of objects and events, locate, perceive, identify and label events and occurrences. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു, അജണ്ട സെറ്റിംഗ് തിയറിയുടെ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് തിയറി എന്ന് പറയാം. അപ്പം തിയറി ഓഫ് ഫ്രെയിം അനാലിസിസ് അങ്ങനെയാണ്. And it's an examination of the many ways by which human beings construct, organize and differentiate among all the possible meanings of their experiences in any given situation. Then the ability of news media to influence people's attitudes and behaviors by subtle changes to how they report on issue. ഒരു ഫ്രെയിമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ആ വിഷയത്തിനെ അത് പീപ്പിൾസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതാണ് ഈ ഒരു ഫ്രെയിം ഓഫ് അനാലിസിസിൽ പറയുന്നത്. ആളുകള് സാഹചര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെ, അതായത് ഒരു ഇഷ്യൂ, ഒരു വിവരങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻസ് ലഭിക്കുമ്പോൾ അതിനെ എങ്ങനെ പീപ്പിൾസ് വ്യാഖ്യാനിക്കുന്നു അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻസിനെ അവരെങ്ങനെ പ്രോസസ് ചെയ്യുന്നു എന്നതാണ് ഫ്രെയിം അനാലിസിസ് എന്നൊരു തിയറിയിലൂടെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ദിസ് ക്യാൻ സെറ്റ് ആൻ അജണ്ട. However, frame analysis goes beyond agenda setting by examining the issues rather than the topics. So, issuesനെ examining ചെയ്യുക എന്നതാണ് അവർ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന കാര്യം. ടോപ്പിക്സ് എന്താണ് എന്ന് നോക്കുന്നില്ല, പക്ഷെ അതിലെ ഇഷ്യൂസിനെ എക്സാമിനിങ് ചെയ്യുന്നതാണ് ഫ്രെയിം അനാലിസിസിലൂടെ നടക്കുന്നത്. Then മൾട്ടിപ്ലിസിറ്റി മോഡൽ ഓഫ് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ. ഇത് നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. ജാൻ സെർവേഴ്സിന്റെ ഒരു മോഡലാണ് 1986. ഇത് മൾട്ടിപ്ലിസിറ്റി മോഡൽ എന്നാണ് പറയുന്നത്. മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുമ്പം
which stated development must be conceived as an integral, multi-dimensional and dialectic process, which can differ from country to country. The key elements of alternative paradigm or new paradigm are greater equality in the distribution of growth, people's participation, self-reliance and independence, acceptance of local culture, integration of traditional and modern communication systems. ഇത് ഒരു ന്യൂ പാരാഡിഗത്തെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നു. മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ അനദർ ഡെവലപ്മെന്റ്. ഓരോ കൺട്രിയിലും ഓരോ രീതിയിലായിരിക്കും ഡെവലപ്മെന്റ്സ് ഉണ്ടാവുക. സോ 1986 ജാൻ സർവീസ് ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. ദെൻ മെയിൽ ഗേസ് തിയറി, ഇത് ഞാൻ എന്താ പറയാ, മെയിൽ ഗേസ് തിയറി എന്ന് പറയുന്നത് ഒരു ഫെമിനിസ്റ്റ് ലൗറ മൗൽവി കൊണ്ടുവന്ന ഒരു തിയറിയാണ്. സോ ഷീ ബിലീവ്സ് ദാറ്റ് വുമൺ ആർ ഇൻ ഫാക്ട് ദ ബെയറർ ഓഫ് മീനിങ് ആൻഡ് നോട്ട് ദ മേക്കർ ഓഫ് മീനിങ്. ഒരു വുമൺ എന്ന് പറയുന്നത് ഒരു ബെയറർ ഓഫ് മീനിങ് ആണ്, പക്ഷെ നോട്ട് ദ മേക്കർ ഓഫ് മീനിങ് എന്നാണ് മൗൽവി പറയുന്നത്. ഷീ ഈസ് എ ഫെമിനിസ്റ്റ് which suggests that women are not placed in a role where they can take control of a scene. Instead, they are simply put there to be observed from an objectified point of view. ഇത് ഒരു ഫിലിം തിയറി ആണെന്ന് വേണമെങ്കിൽ പറയാം. ദ ഗ്രൗണ്ട് ബ്രേക്കിംഗ് എസ്സേ വിഷ്വൽ പ്ലഷർ ആൻഡ് നരേറ്റീവ് സിനിമ എന്ന ഒരു ആർട്ടിക്കിളില്, ഒരു എസ്സേയിൽ അവർ എഴുതി പബ്ലിഷ് ചെയ്തതാണ് ഈ ഒരു മെയിൽ ഗേസ് തിയറി. ഇത് 2010 ആ ഒരു ടൈമില് പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇൻ വിച്ച് ഷീ കോയിൻ ദ ടേം, ഈ ഒരു മെയിൽ ഗേസ് എന്നൊരു ടേം കൊണ്ടുവന്നത് ലൗറയാണ്. അവരൊരു ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ എടുത്തു പറയാണ്. സോ അവര് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന ആളായിരിക്കും. സോ and tackle the asymmetry at the heart of cinema, the centrality of the male viewer and his pleasure. The male gaze can be defined as the power to look, which is traditionally held by the dominant gender. In other words, men are typically given more freedom to visually explore their surroundings than women. ഒരു സ്ത്രീയേക്കാൾ കൂടുതൽ ഒരു പുരുഷന് വിഷ്വലി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നുണ്ട് എന്നാണ് ലോറ പറയുന്നത്. സോ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ, ഇതൊക്കെ ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ ഡിബേറ്റ്സ് നടക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ പോകണ്ട. അവരെന്താണ് ആ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അല്ലെങ്കിൽ ആരാണ് ഈ ഒരു തിയറി കോയിൻ ചെയ്തത് എന്നും, എന്താണ് ആ തിയറിയിൽ അവർ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. ഓക്കെ. ദെൻ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ ഓഫ് ക്രിട്ടിക്കൽ തിയറി, ഇത് കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ നമുക്ക് തിയോഡർ അഡോണോനെ അറിയാം, മാക്സ് ഹോർഖൈമർ അദ്ദേഹത്തെ അറിയാം, ദെൻ എറിച്ച് ഫ്രോം, ഹെർബർട്ട് മാർക്യൂസ്, ഈ 4 പേര് പഠിക്കുക. ഇതൊരു ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് കൊണ്ടുവന്ന ഒരു ക്രിട്ടിക്കൽ തിയറിയാണ്. ദിസ് ഈസ് പോപ്പുലറൈസിംഗ് ദി ഡയലക്റ്റഡ് മെത്തഡ് ഓഫ് ലേണിംഗ് ബൈ interrogating society's contradiction. According to the new canonical view of the history, Frankfurt School critical theory began in 1930s. 1930s ലാണ് ഇങ്ങനൊരു തിയറി വരുന്നത്. And this is to connect normative social criticism to the emancipatory potential latent in concrete historical process. So Frankfurt School of critical theoryയിൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. ഈ ഒരു 4 പേരുടെ പേര് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം മേ ബി. സോ എന്നാലും ഒരു ഓപ്ഷൻസ് കാണുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പേരുകൾ പരിചിതമായി തോന്നണം. അപ്പം ഈ 4 പേരുകൾ ബൈഹാർട്ടായി പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു വെക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. ദെൻ ഫിനോമിനോളജി തിയറി, കാൾ റോഗേഴ്സിന്റെ ഒരു തിയറിയാണ്. കാൾ റോഗേഴ്സിന്റെ വേറെയും തിയറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഫിനോമിനോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് എക്സ്പീരിയൻസ്, ആൻഡ് ഫോർ ഫിനോമിനോളജി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഓൾ മീനിങ് ആൻഡ് വാല്യൂസ് ഇസ് ദി lived experiences of human beings. Okay, and he proposed 2 systems, that is the organism and the self concept.
Roger's person-centered theory, on the other hand, is based on what he described as the phenomenal field. And his theory of personality involves a self-concept which subsumes three components, that is self-worth, self-image, and ideal self. Rogers developed an approach of client-centered therapy to help people self-actualize or reaches their full and unique potential. അപ്പം കാൾ ലോഗേഴ്സിന്റെ ഒരു തിയറിയാണ് phenomenology theory. It's based on philosophy of experience related ആയിട്ടുള്ള കാര്യങ്ങളാണ്. So ഒരു phenomenology എന്ന് പറയുന്നത് it is the ultimate source of all meaning and value is the lived experience of human beings. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ദിവസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആ എക്സ്പീരിയൻസ്ഡ് കാര്യങ്ങളെ വെച്ചിട്ട് പറയുന്ന ഒരു തിയറിയാണ് ഫിനോമിനോളജി തിയറി. ഇപ്പോ ഫിനോമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധഘടന വിജ്ഞാനം എന്നൊക്കെ ഇങ്ങനെ മലയാളത്തിൽ പറയും. സോ അതിന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ ഐഡിയൽ സെൽഫ് അതൊക്കെയാണ് ആ ഒരു തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ എക്സ്പീരിയൻസസ് അതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. സോ അദ്ദേഹം ഈ ഫിനോമിനോളജി തിയറി ആര് കോയിൻ ചെയ്തു എന്ന് പഠിക്കണം. Then it is the philosophy of experience and അദ്ദേഹം രണ്ട് സിസ്റ്റംസ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓർഗാനിസം ആൻഡ് ദ സെൽഫ് അല്ലെങ്കിൽ സെൽഫ് കൺസെപ്റ്റ്. ഓർഗാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ലോക്കസ് ഓഫ് all experience which includes everything potentially available for awareness. So അദ്ദേഹം ഓർഗാനിസം എന്ന് കാണിക്കുന്നത് തന്നെ ഒരു എന്താ പറയാ ഈ എക്സ്പീരിയൻസ് നടന്ന എല്ലാത്തിനെയും അവര് ഫോക്കസ് ചെയ്യുന്നത്. സോ ലോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് നിന്നിട്ടല്ല, മൊത്തത്തിൽ ഒരു എക്സ്പീരിയൻസിനെ വെച്ചാണ് ഈ തിയറി പറയുന്നത്. Then cybernetics theory. Cybernetics എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിലെ വാർത്താവിനിമയം നിയന്ത്രണ താരതമ്യം ചെയ്യുന്ന ഒരു പഠനമാണ് സൈബർനെറ്റിക്സ്. സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ തിയറി, ഒരു നിയന്ത്രണം ചെയ്യുന്ന ഒരു തിയറിയാണ് സൈബർനെറ്റിക്സ്. എന്തിനെ നിയന്ത്രിക്കുന്നു? സൈബർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് കമ്പ്യൂട്ടർ ആണെന്ന് മനസ്സിലാക്കാം. So the science of control and communications in the animal and the machine. Okay, ഒരു ആനിമലും മെഷീനും തമ്മിലുള്ള communication. The science of control and communications in the animal and machine. So ഇത് നോർബർട്ട് വിയനർ ആണ് ഈ ഒരു തിയറി കോയിൻ ചെയ്തത്. ഇത് theory of automatic control and also with physiology, particularly physiology of the nervous system. സൈബർനെറ്റിക്സിന് മറ്റൊരു പേര് കൺട്രോൾ തിയറി ആണെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ഗോൾ ഡയറക്റ്റഡ് സിസ്റ്റംസ് ദാറ്റ് സെൽഫ് റെഗുലേറ്റ് via feedback. Cybernetics is concerned with concepts at the core of understanding, learning, cognition, adaptation, emergence, communication, and efficiency. It is interdisciplinary in nature, based on common relationship between humans and machines. It is used today in control theory, automation theory, and computer programs to reduce many time-consuming computations and decision-making process formerly done by human beings. So, ഒരു മനുഷ്യനും മെഷീനും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യനും മെഷീനും ആണ് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ മെഷീനും മാത്രമായി പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മളുടെ മുന്നിലുള്ളത്. സോ അതിന്റെ ആ ഒരു സയൻസ് ഓഫ് കൺട്രോൾ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു തിയറി വഴി നോർബർട്ട് വിയനർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അദ്ദേഹം പറയുന്നത് വി ആർ ഡിപ്പെൻഡിങ് ദി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വി ആർ ഡിപ്പെൻഡിങ് ദി മെഷീൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും എല്ലാം നമ്മൾ നടത്തുന്നത് കമ്പ്യൂട്ടേഷൻസ് വഴിയാണ്. പലതരത്തിൽ നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. നോമേറ്റി തിയറി, ഇത് 4 തിയറീസ് ഓഫ് ദ പ്രസ് ആണ്.
ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അവസാനത്തെ തിയറിയാണ് നോർമേറ്റീവ് തിയറി. സോ നോർമേറ്റീവ് തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് 4 തിയറീസ് ഓഫ് ദ പ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഫ്രെഡ് സീബർട്ട്, തിയോഡർ പീറ്റേഴ്സൺ ആൻഡ് വിൽബർ ഷ്രാം. ഇത് ആരാണ് കോയിൻ ചെയ്തത് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. നോർമേറ്റീവ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ വെച്ച്. സോ അത് 4 തിയറീസ് ഓഫ് പ്രസ് ആണെന്ന് പറയാം. ആ 4 തിയറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ ആ 4 തിയറീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. So it describes an ideal way for a media system to be controlled and operated by the government, authority, leader and public. These theories are basically different from other communication. So normative theories are more focused in the relationship between press and the government and press and the audience. പ്രസ്സും ഗവൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രസ്സും ഓഡിയൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇതാണ് ഈ ഒരു നോർമേറ്റീവ് തിയറിയിൽ 4 തിയറികളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ 4 തിയറികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. They are authoritarian theory, libertarian theory, social responsibility theory, Soviet media theory. ഈ 4 തിയറീസ് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുമ്പോൾ പഠിക്കും. അതോറിറ്റി പറയുമ്പം ഓൾറെഡി നമുക്കറിയാം, ലിബർട്ടി സ്വാതന്ത്ര്യം, ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓൾറെഡി പറഞ്ഞു. നോർമേറ്റീവ് തിയറി പറയുമ്പോൾ പ്രസ്സും ഗവൺമെന്റും പ്രസ്സും ഓഡിയൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ആയിരിക്കും നോർമേറ്റീവ് തിയറി പറയുന്നത്. സോ ഫ്രെഡ് സീബർട്ടും വിൽബർ ഷ്രാമും ചേർന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓട്ടിയർ തിയറി പഠിച്ചു. ഓട്ടിയർ തിയറി പറയുന്നത് ഒരു ഫിലിം തിയറി ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ അത് ഓഥർ എന്ന് നിങ്ങൾ ഓർത്താൽ മതി, ഡയറക്ടർ ആണ് എല്ലാം എന്ന് ഓർക്കുക. ആൻഡ് നെക്സ്റ്റ് തിയറി നമ്മൾ പഠിച്ചത് 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി പഠിച്ചു. 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അത് നിങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ UG-PG ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും 2 സ്റ്റെപ്പ് ഫ്ലോ തിയറി. ദെൻ ഡിപ്പെൻഡൻസി തിയറി, റൗൾ പ്രബിഷിന്റെ ഡിപ്പെൻഡൻസി തിയറിയാണ്. അത് എക്കോണമിക് ഗ്രോത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്മെന്റിനെ കുറിച്ചും പറയുന്നു. അതേസമയം സെയിം എക്കോണമിക് ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് വേറൊരു തിയറി അല്ലെങ്കിൽ മോഡൽ നമ്മൾ പഠിച്ചു, റോസ്റ്റേഴ്സിന്റെ സ്റ്റേജസ് ഓഫ് എക്കോണമിക് ഗ്രോത്ത്. അതിനുശേഷം ഫ്രെയിമിംഗ് അനാലിസിസ് പഠിച്ചു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഡിപ്പെൻഡൻസി തിയറി and we discussed normative theories. So ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും തിയറികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതുമായി റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.